ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇൻകം ടാക്സ് ബേസിക് കൺസെപ്റ്റ് പാർട്ട് 1 നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്, അതായത് നമുക്ക് പഠിക്കാനുള്ളതിൽ ഫസ്റ്റ് ഒരു കാര്യം പഠിക്കാനുള്ളതാണ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി എന്നാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്നാണ് ഇൻകം ടാക്സ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് ടാക്സ് വേഴ്സസ് ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ദെൻ അടുത്താണ് ബേസിസ് ഓഫ് ചാർജ്. ഇത് ഇൻകം ടാക്സ് എന്തിൻ്റെ മേലിലാണ് ചുമത്തുന്നത്, അതിൻ്റെ ബേസിസ് എന്താണ് എന്നുള്ളതാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻകം ടാക്സ് ചുമത്തപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാനുണ്ട്. ദെൻ ഹെഡ്സ് ഓഫ് ഇൻകം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹെഡ് ഓഫ് ഇൻകം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. ദെൻ അടുത്താണ് അഗ്രികൾച്ചർ ഇൻകം അഥവാ കാർഷിക വരുമാനം, അതിനെ നമ്മൾ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കാഷ്വൽ ഇൻകം, അതായത് കാഷ്വൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനാണ് കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. സോ എന്താണ് കാഷ്വൽ ഇൻകം, അതിൽ ഏതൊക്കെ വരും എന്നുള്ളത് നമുക്ക് അറിയാനുണ്ട്. ദെൻ അസസി, ആരാണ് അസസി എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് ടാക്സ്, എന്താണ് ടാക്സ് നോക്കാം. ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ. ടാക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് റവന്യൂയിലേക്കുള്ള ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. ലെവീഡ് ബൈ ഗവൺമെൻറ് ഓൺ വർക്കേഴ്സ് ഇൻകം, എന്തുമേലാണ് അത് ചുമത്തുന്നത്? ലെവീഡ് ഓൺ ചുമത്തുന്നു ബൈ ഗവൺമെൻറ് ഓൺ വർക്കേഴ്സ് ഇൻകം, ഇൻകത്തുമേലാണ് ചുമത്തുന്നത്. ആൻഡ് ബിസിനസ് ഓർ പ്രോഫിറ്റ് ഓർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ് സർവീസസ് ആൻഡ് ട്രാൻസാക്ഷൻ, ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് നമ്മുടെ ഇൻകത്ത് മേലും ചുമത്താറുണ്ട്, ടാക്സ് ചുമത്താറുണ്ട്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് മേൽ, അതല്ലെങ്കിൽ ചില ഗുഡ്സ് നമ്മൾ മേടിക്കുമ്പോൾ അതുമേലും സർക്കാർ ടാക്സ് ചുമത്താറുണ്ട്. അതുപോലെ തന്നെ സർവീസസ്, ട്രാൻസാക്ഷൻസ്, അത് എന്തൊക്കെ തരത്തിലുള്ള ടാക്സ് ആവാം. ഇറ്റ് മേ ബി ഡയറക്റ്റ് ടാക്സ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ്, അത് ഡയറക്റ്റ് ടാക്സും ആവാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും ആവാം. Direct tax is a tax such as income tax which is levied on the income of profit of the person who pays it rather than on goods or services. ഗുഡ്സ് മേലും സർവീസ് മേലും അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകത്ത് മേൽ അഥവാ നമ്മളുടെ പ്രോഫിറ്റ് മേൽ, ഒരു പേഴ്സൻ്റെ പ്രോഫിറ്റ് മേൽ ചുമത്തുന്ന ടാക്സ് ആണെന്ത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഇൻകത്ത് മേൽ ചുമത്തുന്ന ടാക്സ് ആണെന്ത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിൽ മെയിനായിട്ട് വരുന്നൊരു ടാക്സാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അഥവാ നേരത്തെ ഡയറക്റ്റ് ടാക്സിൽ ഉണ്ടായിരുന്ന ടാക്സ്, വെൽത്ത് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തായി, ഇപ്പോൾ നിലവിൽ അത് അബോളിഷ് ചെയ്ത് കളഞ്ഞു, ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ബേസിക്കായിട്ട് പറയാനാണെങ്കിൽ ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ടാക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ആ ഇൻകം ടാക്സ് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് റാദർ ദാൻ ഓൺ ഇൻകം ഓർ പ്രോഫിറ്റ്. ഇൻകത്ത് മേലും പ്രോഫിറ്റ് മേലും അല്ലാതെ പിടിക്കുന്ന ടാക്സിനാണ് എന്ത് വിളിക്കുന്നത്? ഗുഡ്സ് മേലും സർവീസിൻ്റെ ട്രാൻസാക്ഷൻസ് മേലും പിടിക്കുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ഇപ്പോൾ GST എന്ന് പറയുന്നത്. ദ പ്രസന്റ് ലോ ഓഫ് ഇൻകം ടാക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് 1961. നമ്മുടെ ഈ ഇൻകം ടാക്സിൻ്റെ നിയമം എന്ന് പറയുന്നത് 1961 ആക്റ്റാണ്, ഇൻകം ടാക്സ് ആക്ട്. ആ ആക്റ്റാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഫോളോ ചെയ്തു വരുന്നത്. ദ ഇൻകം ടാക്സ് ആക്ട് കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം, ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്, അപ്പീൽ, പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻസ്. ഈ ആക്റ്റിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ദ ഇൻകം ടാക്സ് ആക്ട് കണ്ടെയ്ൻസ് എ പ്രൊവിഷൻ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. എങ്ങനെയാണ് ടാക്സ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ടാക്സബിൾ ഇൻകം എങ്ങനെയാണ് അളക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, നമ്മുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് അതും പറയുന്നുണ്ട്. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്, നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് നടത്തിയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ആ അസസ്മെൻറ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതും ഈ ഇൻകം ടാക്സിൻ്റെ ആക്ട് 1961 പറയുന്നുണ്ട്. അപ്പീൽ, നമുക്കെതിരെ എന്തെങ്കിലും ഫൈനോ പെനാൽറ്റിയോ എന്തെങ്കിലുമൊക്കെ ഈടാക്കി കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ പോകാനായിട്ട് നമുക്ക് പറ്റും. അതും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പെനാൽറ്റി, പ്രോസിക്യൂഷൻസ്, പെനാൽറ്റികളും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നിയമങ്ങൾ എന്തൊക്കെയാണോ നമുക്കെതിരെ വരുന്നത്, ഇതെല്ലാം ഈ ഇൻകം ടാക്സ് ആക്ട് 1961 കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. It also lays down the powers and the duties of various income tax authority. It also lays down the powers and the duties of various income tax authority. ഈ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പവേഴ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് ആക്ട് 1961 പറയുന്നുണ്ട്. Then the income tax law comprises the income tax act 1961, income tax rules 1962. ഈ ഇൻകം ടാക്സ് നിയമം എന്ന് പറയുന്നതിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ട്, ഇൻകം ടാക്സ് റൂൾസ് 1962 ഉണ്ട്. Notifications and circulars issued by Central Board of Direct Tax, that is CBDT, Annual Finance Act and judicial pronouncement by Supreme Court and High Court. അതായത്
ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ആരിറക്കും? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്, CBDT ആണ് ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മളുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. 1961 പാസ്സാക്കിയ നിയമമാണ്. ആ നിയമം ഓരോ വർഷം കൂടുന്തോറും പാർലമെൻറ്റിൽ അതിൽ ചെറിയ ചെറിയ ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് അമെൻമെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നത് അഥവാ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഇതെന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് ആനുവൽ ഫിനാൻസ് ആക്ട് അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ യോഗം കൂടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ബില്ല് അവതരിപ്പിക്കും, പുതിയ പുതിയ മാറ്റങ്ങൾ ബജറ്റുകളൊക്കെ അവതരിപ്പിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആക്റ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തിൽ പ്രതിഫലിക്കും? ഈ ഇൻകം ടാക്സ് ആക്ട് 1961 അമെൻമെൻ്റായിട്ട് ഭേദഗതിയായിട്ട് അത് പ്രതിഫലിക്കും. അതുപോലെ തന്നെ ചില ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റുകളും എന്ത് ചെയ്യും? ഈ ഇൻകം ടാക്സ് ആക്റ്റിലെ ഭേദഗതികൾക്ക് കാരണമാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ബ്രീഫ് ഹിസ്റ്ററി ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ എന്നാണ് ടാക്സ് വന്നത് അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻ ഇന്ത്യ ദിസ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1860. ആദ്യമായിട്ട് ഇന്ത്യയിൽ ടാക്സ് പിടിക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന അഥവാ ബ്രിട്ടീഷ് രാജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലെ വൈസ്രോയ് ആയിരുന്ന സർ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, so in order to meet the losses sustained by the government on account of the military mutiny of 1857, 1857 ഉണ്ടായിരുന്ന ഷിബായി ലഹളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സർ ജെയിംസ് വിൽസൺ ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ഫസ്റ്റായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1860. അപ്പോൾ ആദ്യമായിട്ട് വന്നത് 1860 മനസ്സിലാക്കാം. ദെൻ അടുത്തത്, thereafter several amendments were made in from time to time. അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും ചില ഭേദഗതികൾ എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. ഇൻ 1886 എ സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ്. 1886 പുതിയ ഒരു ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തു? പാസ്സാക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, 1860 ഒരു ഇൻകം ടാക്സ് ആക്ട് വന്നു. അത് 1886 വരെയാണ് അത് എന്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, 1860 വന്നത് 1886 ആയപ്പോഴത്തേക്കും നിന്നു. പുതിയൊരു ടാക്സ് പാസ്സാക്കി. In 1886, a separate income tax act was passed. This act remained in force up to with various amendments from time to time. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭേദഗതികളൊക്കെ വന്നുകൊണ്ടിരുന്നു. അതിങ്ങനെ എന്താ പറയുക, ആക്ട് 1886 തന്നെ ഓരോ വർഷം കൂടുന്തോറും അതിൽ ചെറിയ ചെറിയ ഭേദഗതികൾ വന്നുകൊണ്ടിരുന്നു. In 1918, ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ 1860 മുതൽ 1886 വരെ അല്ലേ? അപ്പോൾ 1860 മുതൽ 1886 വരെ ഒരു നിയമമാണ്. 1886 എന്ത് ചെയ്തു? 1886 ഒരു നിയമം വന്നല്ലോ. ആ നിയമം 1918 വരെയാണ് എന്ത് ചെയ്തോളൂ? കണ്ടിന്യൂ ചെയ്തോളൂ. 1918 1918 എ ന്യൂ ഇൻകം ടാക്സ് was passed and again it was replaced by another new act which was passed in 1922. That means 1886 ഉണ്ടായിരുന്ന നിയമം മാറിക്കൊണ്ട് 1918 പുതിയൊരു ആക്ട് വന്നു. ആ ആക്റ്റും അധികം നാൾ നീണ്ടു നിന്നില്ല. 1922 വരെ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ദാറ്റ് മീൻസ് 1886 1918 വരെ, 1918 നിയമം 1922 വരെ, അവിടെ വരെ തീർന്നു. ദെൻ ഇനി എന്താ സംഭവിച്ചത്? ദിസ് ആക്ട് റിമെയിൻഡ് ഇൻ ഫോഴ്സ്. ദാറ്റ് ഈസ് 1922 നിയമം അത് എന്ത് ചെയ്തു? ദിസ് ആക്ട് റിമെയിൻ. ഓക്കെ, ദിസ് ആക്ട്, ഈ ആക്ട് റിമെയിൻഡ് ഇൻ ഫോഴ്സ് അപ് ടു ദ അസസ്മെന്റ് ഇയർ ഓഫ് 1961-62. 1961-62 വരെയാണ് അത് കണ്ടിന്യൂ ചെയ്തോളൂ. വിത്ത് ന്യൂമറസ് അമെൻമെന്റ്സ്. ഇടയ്ക്കിടയ്ക്ക് ചില ഭേദഗതികൾ വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നവരാണ് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഇന്ത്യ കണ്ടിന്യൂ ചെയ്തത് ഏത് നിയമമാണ്? ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന 1922 ഇൻകം ടാക്സ് നിയമമാണ് ഇന്ത്യ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ശേഷം പാർലമെൻറ്റിൽ 1961 പുതിയൊരു ആക്ട് പാസ്സാക്കി, ദ ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തു? 1961 എന്താക്കി? പാസ്സാക്കി അല്ലേ? ഹാസ് ബീൻ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് വിത്ത് 1 April 1962. ഓക്കെ,
അത് 1962 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്തു, നിലവിൽ വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, 1961 വന്ന ഇൻകം ടാക്സ് നിലവിൽ വന്നത് എന്നാണ് 1962 ഏപ്രിൽ 1 മുതലാണ്. ഇത് പ്രത്യേകം പഠിച്ചിരിക്കുക. ഇറ്റ് അപ്ലൈസ് ടു ദ വോൾ ഓഫ് ഇന്ത്യ ആൻഡ് സിക്കിം ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. അഥവാ സിക്കിമും ജമ്മു ആൻഡ് കാശ്മീരും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും അതെന്താണ് ആപ്ലിക്കബിൾ ആണ് എന്ന് പ്രത്യേകം ആ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അത് അന്ന് സിക്കിമും ജമ്മു ആൻഡ് കാശ്മീരൊക്കെ പ്രത്യേക ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളത് കൊണ്ടും ഇന്ത്യയുടെ പൂർണ്ണമായിട്ട് ഭാഗമല്ലാത്തത് കൊണ്ടുമാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമം എഴുതാനുള്ള കാരണം. ഓക്കെ, സോ സിൻസ് 1962 several amendment of far reaching nature have been made in income tax act by union budget every year. അതായത് 1961 ഇൻകം ടാക്സ് ആക്ട്, അതായത് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ആക്ട് അതാണ്, 1961 ആക്ടാണ്. അത് നിലവിൽ വന്നു. 1962 വന്നത്. ആ ആക്ട് തന്നെയാണ് കറൻ്റ്ലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോരുന്നത്. എല്ലാ വർഷവും നമ്മുടെ ഫിനാൻസ് ആക്ട് ഉണ്ടാവും. ഫിനാൻസ് ആക്ട് മീൻസ് നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കും, ഒരു വർഷത്തെ ബില്ല് അവതരിപ്പിക്കും. ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കുകയും നമ്മുടെ ഒരു പ്രത്യേകം ഒരു വരുമാന സ്രോതസ്സായിട്ടുള്ള ഇൻകം ടാക്സ് അതിനെപ്പറ്റി പ്രത്യേകം അവിടെ പറയുകയും ആ ഇൻകം ടാക്സിലുണ്ടാവുന്ന ഭേദഗതി, ഇൻകം ടാക്സ് ഏത് രീതിയിൽ ഭേദഗതി ചെയ്താലാണ് നമുക്ക് വരാൻ പോകുന്ന ബജറ്റ്, അടുത്ത ഫിനാൻഷ്യൽ ഇയർ ബജറ്റിലേക്ക് പൈസ സ്വരൂപിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും, ടാക്സിൻ്റെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ ഭേദഗതികൾ വരുത്തുകയോ സ്ലാബിൽ ചേഞ്ച് വരുത്തുകയോ ഇതെല്ലാം ചെയ്യും. അപ്പോൾ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കുന്നു. നമ്മളുടെ വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഇത്ര രൂപയുടെ ബജറ്റ് ആവശ്യമുണ്ടെന്നും ആ ബജറ്റിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കാണാൻ പോകുന്ന ഇൻകം ടാക്സിൽ ഇതിലൂടെയാണ്, അതിന് വേണ്ടിയിട്ട് സ്ലാബിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എന്ത് ചെയ്യും, അവിടെ ബില്ലിൽ അവതരിപ്പിക്കും. ആ ബില്ലിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാക്കൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അതിനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബില്ല് അവിടെ പാസ്സാവുക. ഓക്കെ, അപ്പോൾ അത് ഇരു സഭകളിലും എന്താവണം, ലോക്സഭയിലും രാജ്യസഭയിലും അത് എന്താവണം, പാസ്സാവണം. ഓക്കെ, അങ്ങനെ പാസ്സായി കഴിയുമ്പോഴത്തേക്കും അതെന്താകും, അമെൻമെൻ്റ് ആയിട്ട് അതിൻ്റെ സർക്കുലറൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അമെൻമെൻറ്റ് ഭേദഗതിയായിട്ട് വരും. ഓക്കെ, സോ ഇതാണ് നോർമലി കണ്ടിന്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1961 ആക്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ നിലവിൽ പുതിയ ഈ 1961 ആക്ട് മാറിയിട്ട് പുതിയൊരു ആക്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറാനായിട്ട് ഉള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്, പിന്നണിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ്. ഇത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ചുമത്തപ്പെടുന്നത് എന്തുമേലാണ്, ഇൻകത്തുമേലാണ് ചുമത്തപ്പെടുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ചുമത്തപ്പെടുന്നത് എന്തുമേലാണ്, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. പ്രൊഡക്റ്റ് മേലോ അല്ലെങ്കിൽ സർവീസ് മേലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് ചുമത്തപ്പെടുന്നത്. ഡയറക്റ്റ് ടാക്സ് ചുമത്തപ്പെടുന്നത് ഇൻകത്ത് മേലാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ചുമത്തപ്പെടുന്നത് പ്രൊഡക്റ്റ് മേലും അതുപോലെ തന്നെ സർവീസ് മേലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അഥവാ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട എക്സാമ്പിൾ, ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് GST. നിങ്ങളൊരു ഐറ്റം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ലാപ്ടോപ്പിലായിരിക്കും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരിക്കാം. ആ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിന്മേലോ നിങ്ങൾ എന്ത് അടച്ചിട്ടുണ്ടാവും, GST അടച്ചിട്ടുണ്ടാവും. ആ GST അടച്ചത് എന്തുമേലാണ് അടച്ചത്, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റ് മേലോ സർവീസ് മേലല്ലേ നിങ്ങൾ അടച്ചത്, അതെ. പക്ഷേ എന്താണ് ഡയറക്റ്റ് ടാക്സ്, ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ്. ഇൻകത്തുമേലും ആക്ടിവിറ്റീസുമേലാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ടാക്സ് ചുമത്തുന്നത്. Then come to direct tax. The burden of tax cannot be shifted in case of direct tax. Tax burden shift ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഒരു സ്ഥലത്തു നിന്നൊരു വരുമാനം കിട്ടി, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ജോലിയാണ്, അധ്യാപകനായിട്ട് ജോലിയാണ്, എനിക്ക് അവിടെ നിന്ന് സാലറി ഇൻകമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻകത്തുമേലെ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. ആ ബേർഡൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻകം കിട്ടിയോ ഞാൻ എന്ത് ചെയ്തോളാം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ്ലി ടാക്സ് അടച്ചോളാം. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ദ ബേർഡൻ ഓഫ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കം ടു ഇൻഡയറക്റ്റ് ടാക്സ്. ദ ബേർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. അതെങ്ങനെയാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതുമേലെ നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ ടാക്സ് അടച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മേടിച്ചിരിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലുലു മാളിൽ നിന്നോ അല്ലെങ്കിൽ മൈജിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നോ ആണ് മേടിച്ചതെന്ന് വിചാരിച്ചു. ആ ഷോപ്പിംഗ് മാള് റീറ്റെയിലറാണ്. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ലാപ്ടോപ്പുമേലും അല്ലെങ്കിൽ ആ മൊബൈലുമേലുള്ള ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ടാവും. അവരടച്ച ടാക്സ് എന്ത് ചെയ്യാണ്,
നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്, അവർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ ബേർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാണ്. അത്ര നാൾ ബേർഡൻ ആ റീറ്റെയിലർക്കായിരുന്നെങ്കിൽ റീറ്റെയിലറിൻ്റെ പോക്കറ്റിൽ നിന്നായ ടാക്സ് എന്ത് ചെയ്യും, കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കും. സോ ദ ബേർഡൻ ഓഫ് ടാക്സ് ഷിഫ്റ്റഡ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സ്. ബേർഡൻ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യപ്പെടും. ദെൻ ഇറ്റ് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ബൈ പേഴ്സൺ കൺസേൺഡ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ വരണമെങ്കിൽ എനിക്ക് സാലറി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ബൈ പേഴ്സൺ കൺസേൺഡ്. എന്ത് ചെയ്യും, ഡയറക്ട്ലി ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അത് പേ ചെയ്യേണ്ടതായിട്ട് വരും. Then come to indirect tax. It is paid by one person but he recovers the same from another person, that is the person who actually bear the tax, ultimate consumer. It is paid by one person. ഞാൻ നേരത്തെ പറഞ്ഞു, ലുലു മാള് അല്ലെങ്കിൽ മൈജി അല്ലെങ്കിൽ ഓക്സിജൻ, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി, ഒരു ഡീലർ ഒരു കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മേടിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലോ ലാപ്ടോപ്പോ മേടിച്ചു. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് അതുമേലുള്ള ടാക്സ് അടച്ചിട്ടുണ്ടാവും. ആ ടാക്സിൻ്റെ ബേർഡൻ അവരെപ്പോൾ നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, നിങ്ങളിലേക്ക് വിൽക്കുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് പെയ്ഡ് ബൈ വൺ പേഴ്സൺ. അവരടച്ചു. ബട്ട് ഹീ റിക്കവേഴ്സ്, അവർ റിക്കവർ ചെയ്യുന്നു. ദ സെയിം ഫ്രം അനദർ പേഴ്സൺ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ ആക്ച്വലി ബിയർ ദ ടാക്സ്, അൾട്ടിമേറ്റ് കൺസ്യൂമർ. അൾട്ടിമേറ്റ് കൺസ്യൂമർ ആയിട്ടുള്ള നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് GST വർക്കൗട്ട് ആവണമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ സാംസങ് എന്ന് പറയുന്നൊരു കമ്പനി, അവരുടെ ഒരു മൊബൈൽ ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ, ആ മൊബൈൽ ഫോൺ മേലുള്ള റോ മെറ്റീരിയൽ, ആ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന റോ മെറ്റീരിയൽ, ഈ റോ മെറ്റീരിയൽ മേലുള്ള ടാക്സ് ആരടച്ചിട്ടുണ്ടാവും, ഈ സാംസങ് കമ്പനി അടച്ചിട്ടുണ്ടാവും. അപ്പോൾ സാംസങ് കമ്പനിയുടെ പോക്കറ്റിൽ നിന്ന് എന്ത് പോയി, GST അടച്ചു. റോ മെറ്റീരിയൽ മേൽ GST അടച്ചു. റോ മെറ്റീരിയൽ മേൽ GST അടച്ചിട്ട് അവരത് മാനുഫാക്ചർ ചെയ്യുന്നു. മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ മേലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ GST അടച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് GST പോയിട്ടുണ്ട്. ഇവർ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നേരെ മൊബൈൽ ഫോൺ ആക്കിയിട്ട് മറ്റൊരാളിലേക്ക് വിൽക്കും. ദാറ്റ് ഈസ് ഒരു എന്താ പറയുക, ഹോൾസെയിലർ നമുക്ക് പിടിക്കേണ്ട, റീറ്റെയിലർ അഥവാ നമ്മളുടെ ലുലു മാളിലേക്ക് അത് വിൽക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ലുലു മാൾ എന്താ ചെയ്യുക, ലുലു മാളിൻ്റെ കയ്യിൽ നിന്ന് ഇവരെന്ത് ചെയ്യും, ഇവരുടെ കയ്യിൽ നിന്നായ ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ ഇവരെങ്ങനെ കളക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് റോ മെറ്റീരിയൽ മേൽ ചിലവ് വന്നത്, ഫോർ എക്സാമ്പിൾ ഒരു 10,000 റുപ്പീസാണ് റോ മെറ്റീരിയൽ മേൽ എന്ത് ചെയ്തത്, ഇവർക്ക് ചിലവ് വന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000ൻ്റെ 10% GST ഇവരുടെ കയ്യിൽ നിന്ന് അടച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ GST 10% ആണെന്ന് വിചാരിക്കാം. 10,000 രൂപയുടെ 10% GST സാംസങ് കമ്പനി പല റോ മെറ്റീരിയൽ മേൽ, അതായത് ചിലപ്പോൾ ഒരു 5,000 രൂപയുടെ റോ മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടാവും, 10% ടാക്സ് അടച്ചത്. അങ്ങനെ 10,000 രൂപയുടെ റോ മെറ്റീരിയൽ മൊത്തത്തിൽ മേടിച്ചിട്ടുണ്ട്, 10% ടാക്സ് അവർ അടച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 ആണ്. അതുമേലുള്ള GST അവർ അടച്ചിട്ടുണ്ട്. ദെൻ അവർ ആ പ്രൊഡക്റ്റ് മേൽ ഒരു 10,000 രൂപ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 10,000 രൂപ അവരെന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവരെത്ര രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, 20,000 രൂപക്കാണ് അത് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10,000 രൂപ റോ മെറ്റീരിയലിനായി, 10,000 രൂപ എന്തിനായി, എക്സ്ട്രാ പ്രോഫിറ്റായി. അപ്പോൾ 20,000 രൂപക്കാണ് വിൽക്കാൻ പോകുന്നത്. എന്നാൽ ഈ 10,000 രൂപയുടെ 10% 1,000 രൂപ ടാക്സ് ആരടച്ചിട്ടുണ്ട്, ഓൾറെഡി ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചിട്ടുണ്ട്, സാംസങ് കമ്പനി അടച്ചിട്ടുണ്ട്. അപ്പോൾ 10,000 രൂപയുടെ പോക്കറ്റിൽ നിന്ന് പോയിരിക്കാം. ദെൻ 20,000 രൂപക്ക് എന്താണ് ഈ പറഞ്ഞ സാംസങ് കമ്പനി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയുടെ 10% GST ആരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും, നമ്മളുടെ ലുലു മാളിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ലുലു മാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപക്ക് 20,000 രൂപ പ്ലസ് 10% ടാക്സ്, അതായത് 22,000 രൂപ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാംസങ് കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ സാംസങ് കമ്പനീനെ സംബന്ധിച്ച് എത്ര കിട്ടി, പോക്കറ്റിൽ നിന്ന് 1,000 GST പോയി. ദെൻ എന്ത് ചെയ്തു, അവർ 20,000 രൂപയ്ക്ക് വിറ്റു കഴിഞ്ഞപ്പോൾ 2,000 രൂപ ടാക്സ് കളക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, 1,000 പോക്കറ്റിൽ നിന്ന് പോയത് 2,000 രൂപ കയ്യിലേക്ക് കിട്ടിയതിൽ നിന്ന് 1,000 രൂപ പോക്കറ്റിലേക്ക് ഇടും. ഇതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ബാക്കി 1,000 ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ഓക്കെ, അഥവാ ഈ എക്സ്ട്രാ വാല്യൂ അഡീഷൻ നടത്തിയ 10,000 മേലുള്ള ടാക്സ് നേരെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അപ്പോൾ ആരെ ഈ ടാക്സ് കളക്ഷനും ബേർഡനൊക്കെ ചെയ്യുന്നത്, ലുലു മാള് നേരെ ആരിലേക്ക് കൊടുത്തു, ഡീലറിലേക്ക് കൊടുത്തു. ഡീലർ ആ എക്സ്ട്രാ ടാക്സ് എന്ത് ചെയ്തു, ഗവൺമെൻറ്റിലേക്ക് അടച്ചു. ആദ്യത്തെ 1,000 രൂപയുടെ ടാക്സ് ഡീലറിൻ്റെ കയ്യിൽ നിന്ന് പോയി,
നമ്മളുടെ സാംസങ് കമ്പനിയുടെ അടുത്ത് നിന്ന് പോയി. സാംസങ് കമ്പനിയുടെ അടുത്ത് നിന്ന് 1000 രൂപ ആദ്യം പോയി. സാംസങ് കമ്പനി എന്ത് ചെയ്തു? അത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഒരു 10,000 പ്രോഫിറ്റ് ആഡ് ചെയ്തു. ആ 10,000 മേലുള്ള ടാക്സ് കൂടി ആരുടെ അടുത്ത് കളക്ട് ചെയ്തു? നമ്മുടെ ലുലു മാളിൻ്റെ അടുത്ത് കളക്ട് ചെയ്തു. അപ്പോൾ ലുലു മാളിൻ്റെ അടുത്ത് കളക്ട് ചെയ്തപ്പോൾ 2000 കളക്ട് ചെയ്ത് കിട്ടി. 1000 പോക്കറ്റിൽ നിന്ന് പോയതെടുത്ത് പോക്കറ്റിലേക്ക് എടുത്തിട്ടു, ബാക്കി 1000 ഗവൺമെൻറ്റിലേക്ക് അടച്ചു. അപ്പോൾ 2000 ആദ്യത്തെ ഒരു 1000 ഗവൺമെൻറ്റിലേക്ക് അടച്ചു. ദെൻ 2000 രൂപ എക്സ്ട്രാ കിട്ടിയതിൽ നിന്ന് 1000 പോക്കറ്റിലേക്ക് എടുത്തിട്ട് 1000 ഗവൺമെൻറ്റിലേക്ക് അടച്ചു. അപ്പോൾ ഗവൺമെൻറ് എത്ര കിട്ടി? 20,000 കിട്ടാനുള്ള ടാക്സ് കംപ്ലീറ്റ് 1000 + 1000 ഗവൺമെൻറ് കിട്ടാനുള്ളത് കിട്ടി. ഓക്കെ, ദെൻ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ലുലു മാള് നമുക്കത് മറച്ചു വെക്കുകയാണ്. അപ്പോൾ ലുലു മാള് പ്ലസ് ഒരു 10,000 പ്രോഫിറ്റ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. 30,000 രൂപ. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാംസങ്ങിൻ്റെ മൊബൈൽ ഫോൺ 30,000 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 30,000 രൂപയ്ക്ക് സാംസങ് നമ്മുടെ ലുലു മാൾ നിങ്ങൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ടാക്സ് ഈടാക്കാമെന്ന് വിചാരിച്ചു. 10% ടാക്സ് ഈടാക്കാണ്. അപ്പോൾ 10% ടാക്സ് ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 രൂപയുടെ 10% ടാക്സ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. ദാറ്റ് ഈസ് 33,000 രൂപ കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഫോൺ മേടിക്കണത്. അപ്പോൾ ലുലു മാള് നിങ്ങളുടെ കയ്യിൽ നിന്ന് 3,000 രൂപ ടാക്സ് കളക്ട് ചെയ്യും. ലുലു മാളിൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര ടാക്സ് പോയിട്ടുണ്ട്? സാംസങ് കമ്പനിക്ക് 2000 കൊടുത്തില്ലേ? അപ്പോൾ ലുലു മാൾ എന്താ ചെയ്യുക? 3,000 രൂപ നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്തിട്ട് 2000 പോക്കറ്റിലേക്ക് ഇടുന്നു. എക്സ്ട്രാ വന്ന 1000 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടുത്ത 1000 കിട്ടി. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് കിട്ടാനുള്ള 3000 3 തവണകളായിട്ട് കിട്ടി. ഫൈനലി ആ 3000 ആരുടെ അടുത്ത് നിന്നാണ് പോയത്? നിങ്ങളുടെ അടുത്ത് നിന്നാണ് പോയത്. അത് ആര് വഴിയാണ് പോയത്? ഇത്തരത്തിലുള്ള ഡീലർമാർ വഴിയാണ് പോയത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയണത് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ 1 പേഴ്സൺ. ഒരാൾ നേരത്തെ അത് പേ ചെയ്യും. ബട്ട് ഹി റിക്കവേഴ്സ്. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്തെടുക്കും. ദ സെയിം ഫ്രം അനദർ പേഴ്സൺ, ദാറ്റ് ഇസ് ദ പേഴ്സൺ ഹു ആക്ച്വലി ബിയർ ദ ടാക്സ് അൾട്ടിമേറ്റ് കൺസ്യൂമർ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ 3000 പോയത്. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then it is paid after the income reaches the hands of the taxpayer. ഇൻകം ടാക്സിൻ്റെ കേസിൽ വരാനാണെങ്കിൽ ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദ ഇൻകം റീച്ചസ്. നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലോ ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഗുഡ്സ് ഓർ സർവീസസ് റീച്ചസ് ദ ടാക്സ് പെയർ. നിങ്ങളുടെ കയ്യിൽ ആ മൊബൈൽ ഫോൺ എത്തുന്നതിന് മുമ്പേ തന്നെ അതുമേലുള്ള ടാക്സ് ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ഡീലർമാരുടെ അടുത്ത് നിന്നൊക്കെ ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഗുഡ്സ് ഓർ സർവീസസ് റീച്ചസ് ദ ടാക്സ് പെയർ. ടാക്സ് പെയറിൻ്റെ കയ്യിൽ എത്തുന്നതിനൊക്കെ മുമ്പേ തന്നെ അതുമേലുള്ള ടാക്സ് അവർ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ടാക്സ് കളക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഇൻകം ടാക്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഗവൺമെൻറ് കളക്ട് ചെയ്യാൻ. കാരണം എനിക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടച്ചാലാണ് ഗവൺമെൻറ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഇത് പിടിക്കാനായിട്ട് ഗവൺമെൻറ് പറ്റില്ല. എന്നാൽ കമ്പയർഡ് ടു ഇൻഡയറക്റ്റ് ടാക്സ്, ദ ടാക്സ് കളക്ഷൻ ഈസ് റിലേറ്റീവ്ലി ഈസിയർ. റിലേറ്റീവ്ലി എന്താണ്? വളരെ ഈസിയറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലു മാൾ അടച്ച ടാക്സ് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യും. നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ ടാക്സ് അടച്ചിട്ടേ ആ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടാക്സ് കളക്ഷൻ വളരെ ഈസിയറാണ്. അത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്തും കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കളക്ഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയ ഡയറക്റ്റ് ടാക്സ് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സ് ഇപ്പോൾ നിലവിലില്ല, അത് അബോളിഷ് ചെയ്തു. പണ്ട് സമ്പത്തുമേൽ പിടിച്ചുകൊണ്ടിരുന്ന ടാക്സാണ്. നമ്മളുടെ കയ്യിൽ ഗോൾഡോ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്പത്തായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊരു പരിധിയിൽ കവിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇല്ല. ഓക്കെ, കം ടു ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പോഴുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണ്? GST ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് GST ആക്കിയല്ലോ, ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. GST ഇപ്പോഴുണ്ട്, അറിയാലോ. എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് ഇല്ലേ, ഡീസൽ അതുപോലെ തന്നെ പെട്രോൾ, ഇതുമേലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പിടിക്കുന്നത് ഇപ്പോഴും എന്താണ്? GST ആണ് പിടിക്കുന്നത്. അല്ല, അവർ പിടിക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയാണ്. അടുത്ത കസ്റ്റംസ് ഡ്യൂട്ടി. നമ്മൾ വിദേശ രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തടയ്ക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും അടയ്ക്കണം. ഓക്കെ, ചില കസ്റ്റംസ് ഡ്യൂട്ടീസ് GSTയുടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കസ്റ്റംസ് ഡ്യൂട്ടികളെല്ലാം കൂടി ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് IGST എന്നാണ് പറയുന്നത്. പക്ഷേ അത് കൂടാതെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും നിലവിൽ അങ്ങനെ തന്നെയുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴും നിലവിലുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടിൻ്റെ അറ്റ് ദ സെയിം ടൈം GST ഉണ്ട്, സെയിൽസ് ടാക്സും ഉണ്ട്. എങ്ങനെയാണ് സെയിൽസ് ടാക്സ് വരുന്നത്? നമ്മുടെ സംസ്ഥാന സർക്കാർ പെട്രോളിയം പ്രൊഡക്റ്റ് മേൽ പിടിക്കുന്നത് പഴയ സെയിൽസ് ടാക്സാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് പെട്രോളിയം പ്രൊഡക്റ്റ് മേൽ പിടിക്കുന്നത് സെയിൽസ് ടാക്സാണ്. സെൻട്രൽ ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി പിടിക്കുമ്പോൾ കേരള സർക്കാർ പിടിക്കുന്ന ഏതാ? വാല്യൂ ആഡഡ് ടാക്സ് അല്ല, ഏതാണ്? സെയിൽസ് ടാക്സ് ആണ്. വാറ്റ് ഇപ്പോൾ നിലവിലില്ല. ഓക്കെ,
സോ ഈ ടാക്സുകൾ, ഇൻഡയറക്റ്റ് ടാക്സ് പലതും ഇപ്പോൾ എന്തുണ്ട്, നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.